നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ വിഷുഫലത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളിൽ വിഷുഫലത്തെക്കുറിച്ചാണ് പറയണേ. വിഷുഫലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ജ്യോതിഷ മാസം ആരംഭിക്കുന്നത് മേടം 1-ാം തീയതി തൊട്ടാണ്. 1199 ആണ്ട് മേടമാസം 1-ാം തീയതി തൊട്ട് 1200 മീനമാസം 30-ാം തീയതി വരെ വരുന്ന ഒരു വർഷത്തെ ഫലമാണ്. അതായത് 2024 ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് 2025 ഏപ്രിൽ 13 വരെ വരുന്ന ഒരു വർഷമാണ് മേടഫലത്തെ ചിന്തിക്കേണ്ടത്. അപ്പോൾ വിഷുഫലം നമ്മൾ ചിന്തിക്കുമ്പോൾ ഓരോ രാശിക്കാർക്ക് വിഷുഫലം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കി വരണേ. ഇന്ന് നമുക്ക് കന്നി രാശിക്കാരുടെ ഫലത്തെ ചിന്തിക്കാം. കന്നി രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ, അതായത് ഉത്ര നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഉത്ര നക്ഷത്രത്തിൻ്റെ 1/3 ഭാഗം മാത്രമേ ചിങ്ങരാശിയിലുള്ളൂ. ബാക്കി 3 ഭാഗവും, അതായത് 1/4 ഭാഗവും കന്നി രാശിയിലാണ് വരുന്നത്. അപ്പോൾ കന്നിരാശി ഉത്രത്തിൻ്റെ 1/4 ഭാഗവും അത്ത നക്ഷത്രം പൂർണ്ണമായിട്ടും ചിത്തിരയുടെ പകുതി ഭാഗവും അടങ്ങുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഇപ്പോൾ വളരെ കഷ്ടതയേറിയ കാലഘട്ടമാണ്. കാരണം 8-ൽ വ്യാഴവും കൂടി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടമാണ്. ഈ വിഷുഫലം, അതായത് നടന്നു പോയ വിഷുഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വളരെ ദോഷപ്രദമാണ്. പ്രത്യേകിച്ച് സാമ്പത്തികമായും ശാരീരികമായും വേദനിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമാണ്. അതിൽ നിന്നെല്ലാം മുക്തി ഉണ്ടായി വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വരികയാണ്. കണ്ടകശനിയോ അഷ്ടമശനിയോ മറ്റൊന്നും ശനിയുടെ ബന്ധമില്ല. വ്യാഴം ഭാഗ്യസ്ഥാനത്ത് 9-ലേക്ക് വ്യാഴം വരികയാണ്. വ്യാഴന് ഏറ്റവും സ്ഥാനബലമുള്ള സ്ഥലങ്ങളിലൊന്നാണ് 9. ഏറ്റവും വ്യാഴന് ഇഷ്ടസ്ഥാനങ്ങളാണ് 2, 11, 9. അപ്പോൾ 9-ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം കടന്നു വരികയാണ്. ഈ രാശിക്കാർക്ക് 9-ലേക്ക് വ്യാഴം വന്നിരിക്കുകയാൽ വ്യാഴം കടന്നു വരുന്നത് നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷമാണ്. ഭാഗ്യവർഷമെന്ന് വേണമെങ്കിൽ പറയാം. 12 വർഷത്തിലൊരിക്കൽ മാത്രമേ ഒരു ഭാഗ്യവർഷം കിട്ടുകയുള്ളൂ. ഭാഗ്യവർഷമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കും. സാമ്പത്തിക നേട്ടം ഉണ്ടാവും, ജോലിയിൽ പുരോഗതി ഉണ്ടാവും, ബിസിനസ്സാദി കാര്യങ്ങൾ പുരോഗതിയിലേക്ക് വരും. കിട്ടാനുള്ള പൈസ, മുടങ്ങിക്കിടക്കുന്ന ധനം നിങ്ങളിലേക്ക് വന്നു ചേരും. അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനോ വീട് വെക്കാനോ വസ്തു മേടിക്കാനോ അതുപോലെ വിദേശ യാത്രകൾ ചെയ്യാനോ ഒക്കെ അനുകൂലപ്രദമായ ഒരു അന്തരീക്ഷം വരികയാണ്. അത്രയ്ക്ക് വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കിതാ വന്നു ചേരണേ. അപ്പോൾ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ദിവസവും വിലപ്പെട്ടതാണ്, നമുക്ക് കളയാനില്ല. അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾക്ക് ഭാഗ്യദായകമായ വർഷമായതുകൊണ്ട് നമ്മൾ ഓരോ കാര്യത്തിന് അറച്ചു നിൽക്കാതെ അല്ലെങ്കിൽ മടിച്ച് നിൽക്കാതെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങണം. അത് വിജയിക്കും. അപ്പോൾ അതുകൊണ്ട് ഏത് ദശയായാലും ഈ ഗോചരാൽ വരുന്ന ഫലത്തിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഭാഗ്യദായകമായ ഒരു വർഷമാണ് നിങ്ങൾക്കിതാ പ്രദാനം ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അതിനെ വിനിയോഗിക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം, ഇങ്ങനെ ഈ നക്ഷത്രക്കാർക്ക് ഗുണം വരാൻ പോണ വിവരം മറ്റുള്ളവരെയും കൂടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക. കാരണം അവരും മടിച്ചു പോവാതെ അവർ മനസ്സിലാക്കി അതിൽ നിന്ന് നേട്ടം കൊയ്തോട്ടെ. അപ്പോൾ അതിനുവേണ്ടി ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങൾ ഈ ചാനലിലൂടെ
എല്ലാ ദിവസവും നിത്യജ്യോതിഷം, ഇന്നത്തെ നിങ്ങളുടെ ഫലം, ഇന്ന് നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഏതൊക്കെ സമയങ്ങൾ നമുക്ക് അനുകൂലപ്രദമല്ല, ഇന്ന് ശുഭകാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ദിവസമാണോ, ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു വീഡിയോ എല്ലാ ദിവസവും അയക്കുന്നുണ്ട്. അത് നിങ്ങൾ വിനിയോഗിക്കുക. ഒരു 5 മിനിറ്റോ 6 മിനിറ്റോ സമയം അതിനു വേണ്ടി ചിലവഴിക്കുക. കാരണം വിപത്തിൽ പോയി പെടാതെ അന്നോടന്നത്തെ ദിവസം നമുക്ക് ശ്രദ്ധിച്ചു കൊണ്ടുപോകാം. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടണും കൂടി അമർത്തി വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതേപോലെ തന്നെ ഞങ്ങൾ യൂട്യൂബ് ലൈവ് ചെയ്യുന്നുണ്ട്. മാസത്തിൽ തന്നെ ചിലപ്പോൾ 2-3 ലൈവ് ചെയ്ത മാസങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ലൈവ് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ലൈവാണ്. നിങ്ങൾക്ക് അപ്പോൾ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പലരും ഈ ലൈവ് കഴിഞ്ഞതിന് ശേഷമാണ് അയ്യോ ലൈവ് ഉണ്ടായിരുന്നു അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് വിഷമം പറയാറുണ്ട്. അതുകൊണ്ട് അതും കൂടി നിങ്ങൾക്ക് ലഭ്യമാകാൻ വേണ്ടി ഈ ചാനൽ മാക്സിമം ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിദേശ മലയാളികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് UAE കരാമയിൽ ഞങ്ങൾ പൂജാസ് ജുവലറി ട്രേഡിംഗ് LLC എന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. എല്ലാ മാസവും നിശ്ചിത സമയം അവിടെ കൺസൾട്ടേഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ സൗകര്യവും അവിടെ ഉള്ളവർ പ്രയോജനപ്പെടുത്തുക. അതിനൊപ്പം തന്നെ അവിടെ തന്നെ ഉള്ള പ്രധാന മലയാള ചാനലായ NTVയിൽ എല്ലാ ആഴ്ചയിലും 1 മണിക്കൂർ എല്ലാ ഞായറാഴ്ചയും 12 മണി മുതൽ 1 മണി വരെ ഈ ലൈവ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെയും വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ സൗകര്യങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. അപ്പോൾ എല്ലാ കന്നിരാശിക്കാർക്കും നല്ലതെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കിട്ടേണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ലഭ്യമാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.